ലോകത്തിന്റെ ചിത്രവും കുരിശുമുള്ള മുസ്ലിം ആരാധനാലയം, സിറ്റി ഓഫ് കാറ്റ്സ് എന്നറിയപ്പെടുന്ന കാറ്റ് ഇസ്താംബുൾ, ഭൂമിക്കടിയിലെ കൊട്ടാരം പോലൊരു ജലസംഭരണി. ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോ. ലെറ്റ്സ് എക്സ്പ്ലോർ ഇസ്താംബുൾ വിത്ത് റോം റിച്ച് റൂട്ട്സ്. ഞങ്ങളുടെ ഇന്നത്തെ ഡേ ആരംഭിക്കുന്നത് ടക്സിം സ്ക്വയറിൽ നിന്നാണ്. ഇസ്താംബുളിലെ ഏറ്റവും ഫേമസ് ഇസ്തിക്കൽ സ്ട്രീറ്റ് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇസ്തിക്കൽ സ്ട്രീറ്റ് ആളൊഴിഞ്ഞ് കാണുകയില്ല. ഇസ്തിക്കൽ സ്ട്രീറ്റ് ഞങ്ങൾ കാണാൻ പോയത് രാത്രിയായിരുന്നു. എന്നാൽ രാവിലെ ഈ സ്ട്രീറ്റ് വളരെ വ്യത്യസ്തമാണ്. ഇസ്താംബുൾ സിറ്റിയിലെ ഏറ്റവും ബിസിയസ്റ്റ് സ്ട്രീറ്റ് ആണ് ഇസ്തിക്കൽ സ്ട്രീറ്റ്. ലണ്ടനിലെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് പോലെയും ബാംഗ്ലൂരിലെ MG റോഡ് പോലെയും ഇവിടെ എപ്പോഴും തിരക്കാണ്. ഈ ലോങ് സ്ട്രീറ്റ്സിൽ ഒരുപാട് ഷോപ്സും കഫേസും റെസ്റ്റോറൻറ്റ്സും ബാർ, മൂവി തിയേറ്റർ അങ്ങനെ ഒരുപാടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഒരുപാട് ഫുഡ് എല്ലാം ട്രൈ ചെയ്തു. മാഡം ടുസോഡ്സ് വാക്സ് മ്യൂസിയവും ഇവിടെയുണ്ട്. ഇസ്തിക്കൽ സ്ട്രീറ്റിൽ നിന്ന് ഞങ്ങൾ നടന്ന് നേരെ എത്തിയത് ഗലാറ്റ ടവറിലാണ്. 1346 പണിതീർത്ത ഗലാറ്റ ടവർ അന്നത്തെ കാലത്ത് നഗരത്തിലെ ഏറ്റവും ടോളസ്റ്റ് കൺസ്ട്രക്ഷൻ ആയിരുന്നു. ടവർ ഓഫ് ക്രൈസ്റ്റ് എന്നാണ് ഗലാറ്റ ടവർ അറിയപ്പെടുന്നത്. ഒട്ടോമൻ എംപയറിന്റെ കാലത്ത് സിറ്റിയിൽ ഉണ്ടാവുന്ന തീപിടുത്തം നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ടവർ ഉപയോഗിച്ചിരുന്നത്. ഇസ്താംബുൾ സിറ്റിയുടെ ഏരിയൽ വ്യൂ നമുക്ക് ഗലാറ്റ ടവറിന് മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഇസ്താംബുളിലെ ഏതൊരു സ്ട്രീറ്റിൽ പോയാലും നമുക്ക് കാറ്റ്സിനെ കാണാൻ പറ്റും. ഇസ്താംബുളിലെ എല്ലാ കഫേസും കാറ്റ് ഫ്രണ്ട്ലി ആണ്. കാറ്റ്സിന് ഫുഡും വെള്ളവും കൊടുക്കുന്നത് ഒരു പുണ്യമായി കാണുന്നവരാണിവർ. നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലഫി പേർഷ്യൻ കാറ്റ്സ് ആണ് ഇവിടെ കൂടുതൽ. If you are enjoying the content, please hit the subscribe button. ഗലാറ്റ ടവർ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഹയ്യ സോഫിയയിലേക്കായിരുന്നു. ഹയ്യ സോഫിയ AD 537 നിർമ്മിതമായ ഹയ്യ സോഫിയ ഒരു ക്രിസ്ത്യൻ കത്തീഡ്രൽ ആയിരുന്നു. പിന്നീട് 1453 അത് മോസ്ക് ആയി തീർന്നു. ഇന്നത് മ്യൂസിയമായും മോസ്കായും പ്രവർത്തിക്കുന്നുണ്ട്. യുനെസ്കോ അംഗീകാരം നേടിയ വൺ ഓഫ് വേൾഡ്സ് ബെസ്റ്റ് ഹെറിറ്റേജ് സെന്ററുകളിൽ ഒന്നാണ് ഹയ്യ സോഫിയ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ വെതർ വളരെ മോശമായിരുന്നു. എന്നാലും ടൂറിസ്റ്റുകളുടെ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനൊരു 20 minutes ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ടോപ്കാപ്പി പാലസിന്റെ മുന്നിൽ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. അതിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ ആദ്യം പോവുക ടോപ്കാപ്പി പാലസിന്റെ ഹ്യൂജ് വാൾസിലേക്കാണ്. ഹയ്യ സോഫിയയിലേക്കും ടോപ്കാപ്പി പാലസിലേക്കുമുള്ള ടിക്കറ്റ്സിന് ഒരേ കൗണ്ടർ തന്നെയാണ് ഉള്ളത്. 23 pounds, അതായത് 2300 ഇന്ത്യൻ റുപ്പിയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഞങ്ങൾ പോയത് പ്രയർ ടൈം ആയതുകൊണ്ട് ആദ്യം മ്യൂസിയം കാണാമെന്ന് പ്ലാൻ ചെയ്തു. ടണൽ വഴിയാണ് മ്യൂസിയത്തിലേക്കുള്ള എൻട്രി. വ്യത്യസ്തമായൊരു വഴിയായിരുന്നു അത്. പണ്ട് അന്തഃപുര സ്ത്രീകൾ കത്തീഡ്രലിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതായിരുന്നു ഈ വഴി. വഴി ചെന്ന് അവസാനിച്ചത് പള്ളിയുടെ അപ്പർ ഗാലറിയിലാണ്. കയറി വരുമ്പോഴുള്ള കാഴ്ച ഭീമൻ തൂണുകളും ഹാങ്ങിങ് ലൈറ്റ്സും ഗ്ലിറ്ററിംഗ് മൊസൈക് വോളുകളുമായിരുന്നു. ഇതൊരു മുസ്ലിം പള്ളി ആയതുകൊണ്ട് സ്ത്രീകൾ സ്കാർഫ് ധരിക്കുക ഇവിടെ നിർബന്ധമാണ്. ഹയ്യ സോഫിയയുടെ മോസ്റ്റ് സ്ട്രൈക്കിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് അതിന്റെ വാസ്റ്റ് സെൻട്രൽ ഡോമാണ്. നിയർലി 30 meter ഡയമീറ്റർ വരുന്നതാണ് ഈ സെൻട്രൽ ഡോം. അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും ചലഞ്ചിങ് ആയ ഒരു ഡോം നിർമ്മിക്കുക എന്നുള്ളത് ഒരു ആർക്കിടെക്ചറൽ അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പർ ഗാലറിയിൽ നിന്ന് താഴെ കാണുന്നതാണ് പ്രധാന ആരാധനായിടം. അപ്പർ ഗാലറിയുടെ മിഡിൽ ഭാഗത്ത് ഇരുന്നു കൊണ്ടാണ് രാജ്ഞിയും മറ്റ് പ്രധാന അന്തഃപുര സ്ത്രീകളും താഴെ പ്രധാന ഹാളിൽ നടക്കുന്ന മതചടങ്ങുകൾ വീക്ഷിച്ചിരുന്നത്. ക്രിസ്ത്യൻ വിശ്വാസികളും മുസ്ലിം വിശ്വാസികളും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഒരേ സ്ഥലത്ത് ആരാധനയ്ക്ക് നിന്ന ഇത്തരമൊരു ദേവാലയം ലോകത്തിൽ തന്നെ അപൂർവമാണ്. ഹയ്യ സോഫിയയുടെ ചുവരുകളിലുള്ള മൊസൈക് ആർട്സ് ബൈസാന്റൈൻ കാലഘട്ടത്തിന്റെ ഫൈനസ്റ്റ് എക്സാമ്പിൾസ് ആണ്.
ഒരുപാട് ടൈനി പീസസ് ഓഫ് കളേർഡ് ഗ്ലാസ്, സ്റ്റോൺ ആൻഡ് ഗോൾഡ് ലീഫ് ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഫോം ചെയ്യുന്ന ഒരു ഇമേജ്, ബ്യൂട്ടിഫുൾ ഇമേജ്. അതായിരുന്നു അവിടുത്തെ ആർട്സ്. വേർജിൻ മദർ മേരി ഇൻഫന്റ് ജീസസിനെ ഹോൾഡ് ചെയ്യുന്ന എലഗന്റ് മൊസൈക് ആർട്ടും ദ വേൾഡ് ഫേമസ് ഡീസസ് ആർട്ടും അപ്പർ ഗാലറിയിൽ കണ്ടിരിക്കേണ്ട ഒന്നാണ്. ക്രിസ്തു മധ്യത്തിലും രണ്ടു വശങ്ങളിലായി വേർജിൻ മേരിയും സെന്റ് ജോണും വരുന്ന ഈ റെപ്രസെന്റേഷനെയാണ് ജീസസ് എന്ന് പറയുന്നത്. ഇസ്താംബുൾ വിസിറ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും കണ്ടിരിക്കേണ്ട ഒരു ചരിത്ര സ്മാരകമാണ് ഹയ്യ സോഫിയ. ഹയ്യ സോഫിയയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കണ്ടത് സിമിത്ത് വിൽക്കുന്ന കുറെ സ്ട്രീറ്റ് വെൻഡേഴ്സിനെയാണ്. സിമിത്താണ് ഇവിടുത്തെ ഏറ്റവും കോമൺ ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. വെളുത്ത എണ്ണയിൽ പൊതിഞ്ഞെടുത്ത ഫ്രഷ്ലി ബേക്ക്ഡ് ബ്രെഡ് സ്ലൈസ് ചെയ്ത് അതിൽ ഇഷ്ടമുള്ള സ്പ്രെഡ് ഫിൽ ചെയ്ത് അമേരിക്കൻ ബേക്കൽ പോലെ. ഹയ്യ സോഫിയയിൽ നിന്നും ഇറങ്ങിയാൽ വെറും 300 മീറ്റർ അകലെ കാണുന്നതാണ് ബ്ലൂ മോസ്ക്. ബ്ലൂ മോസ്കിന്റെ ഒഫീഷ്യൽ നെയിം സുൽത്താൻ അഹമ്മദ് മോസ്ക് എന്നാണ്. എന്നാൽ ബ്ലൂ മോസ്ക് എന്ന ഒരു നിക്നെയിം വരാനുള്ള കാരണം അതിന്റെ ഇസ്നിക് ബ്ലൂ ടൈൽസ് ആണ്. 5 മെയിൻ ഡോമുകളും 6 മിനറാറ്റ്സും 8 സെക്കൻഡറി ഡോമുകളും കൂടിച്ചേരുന്നതാണ് ദ മാർവലസ് ബ്ലൂ മോസ്ക്. 6 മിനറാറ്റ്സ് ഉള്ള ഒരേ ഒരു മോസ്ക് ആണിത്. പ്രാർത്ഥനയ്ക്കായി വരുന്ന വലിയൊരു ക്രൗഡിന് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗ്രാൻഡ് കോർട്ട്യാർഡ് മോസ്കിന്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. ഇതൊരു വർക്കിംഗ് മോസ്ക് ആണ്. നിയർലി 20,000 വർഷിപ്പേഴ്സിന് അറ്റ് എ ടൈം നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും സ്പേഷ്യസ് ആണ് ഈ മോസ്ക്. പ്രാർത്ഥനാ സമയങ്ങളിൽ ഈ മോസ്കിൽ വിസിറ്റേഴ്സ് അലൗഡ് അല്ല. ഹയ്യ സോഫിയ പോലെ തന്നെ ഇവിടെയും സ്ത്രീകൾ സ്കാർഫ് ധരിക്കുക നിർബന്ധമാണ്. മോസ്കിന്റെ ഫ്ലോർ മുഴുവൻ റെഡ് ഫ്ലോറൽ കാർപ്പറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ബ്ലൂ മോസ്കിന്റെ സെൻട്രൽ ഡോം 23.5 മീറ്റർ ഡയമീറ്ററും 43 മീറ്റർ ഹൈറ്റും വരുന്നതാണ്. കളർഫുൾ ബ്യൂട്ടിഫുൾ ടൈൽസ് കൊണ്ട് ബ്ലൂ മോസ്കിന്റെ ഇന്റീരിയർ നിറഞ്ഞിരുന്നു, വിത്ത് എക്സ്പ്ലിസിറ്റ് ഫ്ലോറൽസ് ആൻഡ് ജോമെട്രിക് മോട്ടീവ്സ്. ടർക്കിയിലെ ഒരു പോപ്പുലർ കളറാണ് ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് കളർ ഓഫ് ടർക്സ് അല്ലെങ്കിൽ ടർക്കോയിഷ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ് തന്നെയാണ് മോസ്കിന്റെ ഇന്റീരിയറിലുള്ളത്. അത് വളരെ ഡിവോഷണൽ ഫീലിംഗ് ആണ് നമുക്ക് തരുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും കൗതുകം തോന്നിയത് അവിടെ ഓസ്ട്രിച്ചിന്റെ എഗ് ഹാങ് ചെയ്തിട്ടുള്ളതാണ്. സ്പൈഡറിനെയും മറ്റ് ഇൻസെക്ട്സിനെയും റിപ്പൽ ചെയ്യാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നീട് ഞങ്ങൾ പോയത് ബസിലിക്ക സിസ്റ്റേണിലായിരുന്നു. ഭൂമിക്കടിയിൽ വെള്ളം സംഭരിക്കാൻ ഒരു കൊട്ടാരം. ഇതൊരു വാട്ടർ റിസർവോയർ ആണ്. 23 കിലോമീറ്റർ അകലെയുള്ള നീരുറവുകളിൽ നിന്ന് അക്വാഡക്റ്റുകളിലൂടെ വെള്ളം എത്തിച്ച് സ്റ്റോർ ചെയ്യുന്ന ഒരു അണ്ടർഗ്രൗണ്ട് റിസർവോയർ. വലിയൊരു പാലസ് പോലെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ. ഇതിനുള്ളിൽ 80,000 ക്യൂബിക് മീറ്റർ ഓഫ് വാട്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഏകദേശം 32 ഒളിമ്പിക് സൈസ്ഡ് സ്വിമ്മിംഗ് പൂൾ ഫിൽ ചെയ്യാനാകുന്ന അത്രയും വെള്ളം. 30 അടി ഉയരം വരുന്നതാണ് ഇവിടുത്തെ ഓരോ തൂണുകളും. 336 കോളംസ് ആൻഡ് ഹോണ്ടിങ് മെഡൂസ ഹെഡ്സ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. വാട്ടർ ലെവലിൽ നിന്ന് ഉയർത്തി ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് അതിലൂടെ നടക്കാൻ പറ്റും. വളരെ ഡിഫറെന്റ് ആയുള്ള ഒരു ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. തൂണുകളുടെ അടിഭാഗത്ത് കാണുന്നതാണ് ദ ഫാസിനേറ്റിംഗ് മെഡൂസ ഹെഡ്സ്. ൽ ഇറങ്ങിയ ജെയിംസ് ബോണ്ട് ഫിലിമായ ഫ്രം റഷ്യ വിത്ത് ലവിന്റെ ഒരു ലൊക്കേഷൻ ബസിലിക്ക സിസ്റ്റേൺ ആയിരുന്നു. മാത്രമല്ല ഒട്ടനവധി ഹോളിവുഡ് സിനിമകളിലും ഇതൊരു ലൊക്കേഷനായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരു ടൈം ട്രാവൽ പോലെയാണ് നമുക്ക് തോന്നുക. ഞങ്ങളുടെ ഇസ്താംബുൾ ജേർണി ഇവിടെ അവസാനിക്കുകയാണ്. ഇസ്താംബുളിൽ നമുക്ക് ചുറ്റും ഓരോ ചരിത്രമുണ്ട്. ഓരോ സ്ഥലത്തിനും ഓരോ കഥ പറയാനുണ്ട്.
Keep exploring, keep learning, and keep dreaming. Thanks for watching. Please do subscribe so you never miss an adventure with us.